ഒരുപാട് ബിരിയാണി റെസിപ്പീസ് നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതും നല്ലൊരു ബിരിയാണിയാണ്. നിങ്ങളിങ്ങനെ ബിരിയാണി ട്രൈ ചെയ്താൽ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കത്തുള്ളൂ. അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ബിരിയാണി. അപ്പോൾ നമ്മുടെ ബിരിയാണി റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് ഒരുപാട് പേര് കമൻസ് ആയിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. പിന്നെയും നിങ്ങൾക്ക് ഓരോ റെസിപ്പീസ് കാണിച്ച് തരാനായിട്ടുള്ള ഒരു പ്രചോദനമാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ നിങ്ങളും ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇപ്പോൾ നല്ലൊരു മസാലയിൽ നല്ലൊരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനൊരു ബിരിയാണി ട്രൈ ചെയ്താൽ പിന്നെ നിങ്ങൾ വേറെ എവിടെയും പോകത്തില്ല, ഇത് തന്നെ ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ബസ്മതി റൈസിനാണ് ഞാൻ ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അരി ഒന്ന് കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കാം. ഒരു അരമണിക്കൂറെങ്കിലും അരി വെള്ളത്തിലിട്ട് വെച്ചാൽ അരിക്ക് നല്ല നീളവും കിട്ടും, പെട്ടെന്ന് വെന്തും കിട്ടുവേ. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് കഴുകി ഒരു അരമണിക്കൂർ അങ്ങ് സോക്കാനായിട്ട് വയ്ക്കാം. അരി അവിടെ സോക്കാകട്ടെ. ഈ സമയത്ത് നമുക്ക് സവോളയൊക്കെ ഒന്ന് വറുത്ത് കോരാം. ഈ ബിരിയാണിയിലേക്ക് ഫുൾ സവോളയും വറുത്തിട്ടാണ് ചേർക്കുന്നത്. സവോള ഇങ്ങനെ വറുത്തിട്ട് ബിരിയാണിയിൽ ചേർക്കുമ്പം നമ്മൾ ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുള്ള ബിരിയാണിയിൽ ആ ഒരു ടേസ്റ്റ് കിട്ടും. ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. വറുത്ത് വെച്ച് സവോള വെച്ച് ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്കിനും ഞാനൊരു 4 വലിയ സവാള എടുത്തിട്ടുണ്ടായിരുന്നു. അത് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് കൊടുത്ത് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ സവാള ഇട്ട് ഈ ഒരു കളറാകുന്നതിന് വരെ വറുത്ത് കോരാം. സവാള കരിഞ്ഞു പോകരുത് കേട്ടോ. പെട്ടെന്ന് കരിഞ്ഞു പോകുന്നൊരു സാധനമാണ് സവാള. അപ്പോൾ ആ ഒരു കളറിൽ ഒരു 3-4 പ്രാവശ്യമായിട്ടിട്ടാണ് ഞാൻ ഈ സവാള വറുത്ത് കോരി വെച്ചത്. ഇനി നമുക്ക് കുറച്ച് കാഷ്നട്ട്, റൈസിൻസ് ഇതും കൂടെ ഇതുപോലെ ഒന്ന് എണ്ണയിലിട്ട് വറുത്ത് കോരി വയ്ക്കാം. അങ്ങനെ വറക്കൽ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ചോറൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് എല്ലാ സ്പൈസസും കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരി ഒന്ന് വെള്ളം കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഒരു അരമണിക്കൂറോളം അരി ഒന്ന് കുതിർന്ന് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അരി വെള്ളം കളഞ്ഞിട്ട് അത് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പിട്ട് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരി ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. നാരങ്ങ വേണമെങ്കിൽ പിഴിഞ്ഞൊഴിക്കാം, പക്ഷേ ഞാനിപ്പോൾ നാരങ്ങ ഒഴിക്കാറില്ല. ഇതുപോലെ കുറച്ച് ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പം ചോറ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുവേ. കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ചോറ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരുപാട് വെന്ത് കുഴയാതെ ഇതുപോലെ ആകുമ്പോഴത്തേനും നമുക്ക് കോരി മാറ്റാം. ഈ ചോറ് ഒത്തിരി വെന്ത് പോയാലും ആ ഒരു ബിരിയാണിക്ക് ടേസ്റ്റ് കിട്ടത്തില്ലേ. അപ്പോൾ ചോറ് ഇതുപോലെ ഒന്ന് ഊറ്റി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതവിടെ മാറിയിരിക്കട്ടെ. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അപ്പോൾ ബിരിയാണി വെക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കണേ. നെയ്യിലാണ് ഈ ബിരിയാണിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തു. നെയ്യും ഓയിലും ചൂടായി വരുമ്പോൾ അതിലേക്ക് പിന്നെയും കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. കുറച്ച് മതി കേട്ടോ, ഒരുപാട് വേണ്ട. ഇനി നമുക്കതിലേക്ക് ഇത്രയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊന്ന് ചതച്ച് കൊണ്ടുവരണം. അത് ചേർത്ത് കൊടുക്കാം. ബിരിയാണിയിലെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് മാത്രമാണ് കേട്ടോ ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ എടുത്തോണേ. അതുകൊണ്ടാണ് ഞാൻ അത്രയും എടുത്തത്. ചിലർ കാണുമ്പോൾ ചോദിക്കും, ഇത്രയും പച്ചമുളക് ബിരിയാണിയിൽ ഇടണമെന്ന്. ഇത്രയും പച്ചമുളക് ഇടണം, എന്നാലും അധികം എരിവൊന്നും കാണത്തില്ല കേട്ടോ. ഇവിടെ മക്കളൊക്കെ കഴിക്കുന്നതാണ് ബിരിയാണി. അതുകൊണ്ട് നിങ്ങൾ ഓർക്കണ്ട ഒത്തിരി എരിവാന്നുള്ളത്. അപ്പോൾ ഈ ചതച്ച് വെച്ചതൊക്കെ ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഒരു 2 വലിയ തക്കാളി, പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ കട്ട് ചെയ്തിട്ട് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് വരുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമേ ബിരിയാണിയിൽ ചേർത്ത് കൊടുക്കത്തുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തു. അതൊക്കെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഇവിടെ കഴുകി വെള്ളം കളഞ്ഞെടുത്തതാണ്. അതങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 കിലോ ചിക്കൻ കാണുവേ. ഇനി നമുക്ക് സവോള വറുത്തെടുത്തത് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ഭാഗത്തോളം ചേർത്ത് കൊടുക്കണം. കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ, നമുക്ക് ദം ചെയ്യാൻ നേരം ഇടാനായിട്ട്. അപ്പോൾ ഇതാ സവോള ഇട്ട് കൊടുത്തിട്ട് ഇനി മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്ത് അതും നല്ലതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാവേ. ബിരിയാണിക്ക് ഇതൊക്കെ ചേർക്കുമ്പോഴാണ് ആ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ തൈര് മതിയാവും. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയുള്ള തൈരാണ്, അതുകൊണ്ട് അത് മതിയാവേ. ഇനി ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ചിക്കനിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങി കിട്ടിക്കോളും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമുക്ക് മസാലയൊക്കെ അരപ്പൊക്കെ പോരാന്ന് തോന്നും. എന്നാൽ ഇത് തിളച്ച് വരുമ്പോഴത്തേനും കറക്റ്റ് പരുവമായിരിക്കുമേ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. അങ്ങനെ ഒരു 10 മിനിറ്റിന് ശേഷം വീണ്ടും ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു തരി പോലും വെള്ളം ഒഴിക്കേണ്ട, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. എന്നാൽ ഞാൻ കഴുകി അരിപ്പപാത്രത്തിൽ വെച്ച് വെള്ളം കളഞ്ഞെടുത്ത ചിക്കനാണ് കേട്ടോ. എന്നിട്ട് പോലും ചിക്കനിൽ വെള്ളമുണ്ട്. ചിക്കനൊന്ന് വീണ്ടും ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ നല്ല വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും ഗ്രേവി വേണം കേട്ടോ നമുക്ക് മസാല ദം ഇടാൻ നേരം.
ഇനി വെള്ളമൊന്നും വറ്റിക്കണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ കുറച്ച് ഗരം മസാല. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ബിരിയാണിക്ക് എപ്പോഴും നെയ്യ് കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറില്ലേ, അതങ്ങിട്ട് കൊടുക്കാം. പകുതി ചോറ് ചേർത്ത് കൊടുത്താൽ മതിയേ. പകുതി ചോറ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വേണം ബാക്കിയുള്ള ചോറ് ചേർത്ത് കൊടുക്കാൻ. പകുതി ചോറിട്ട് കൊടുത്തിട്ട് ഞാനിതാ മഞ്ഞൾപ്പൊടിയില്ലേ, പാലിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് നമ്മൾ കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുങ്കുമപ്പൂ വേണമെങ്കിലും ചൂട് പാലിലിട്ട് വെച്ചിട്ട് ഇതുപോലെ കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തു. നമ്മൾ മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്ത് വെച്ചില്ലേ, അത് ചേർത്ത് കൊടുത്തു. കുറച്ച് സവാള വറുത്തതും കാഷ്നട്ട് റൈസിൻസ് ഒക്കെ ചേർത്ത് കൊടുത്ത് മുകളിലായിട്ട് ബാക്കിയുള്ള ചോറിട്ട് കൊടുത്തു. പിന്നെ മഞ്ഞൾ പാലിൽ കലക്കി ഒഴിച്ച് കൊടുത്തു. നെയ്യ് കുറച്ച് കൂടുതലായി അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില പുതിനയില കട്ട് ചെയ്തത്, ഗരം മസാല കുറച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ദം പൊട്ടിക്കാൻ നേരം നല്ലൊരു സ്മെല്ല് കിട്ടും ഇതുപോലെ ഗരം മസാല ചേർത്ത് കൊടുത്താൽ. ഇനി സവാള വറുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാഷ്നട്ട് റൈസിൻസ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടച്ച് വെച്ചിട്ട് ഒരു വെയിറ്റും കൂടെ വെച്ചതിന് ശേഷം ഒരു 20-25 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്ത് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ബിരിയാണിയാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.